നാരായണീയം ദശകം 1. ഭഗവത് സ്വരൂപവും മാഹാത്മ്യവും. ശ്ലോകം 1. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സാന്ദ്രമായ സച്ചിദാനന്ദ സ്വരൂപമാണ് ഗുരുവായൂരപ്പൻ. അതുതന്നെ ജ്ഞാനസ്വരൂപൻ. ആ ദേവൻ സത്തുക്കളുടെ മനസ്സിൽ ആനന്ദം നിറയ്ക്കുന്ന പരമേശ്വരനാണ്. സത്തുക്കൾ യോഗനിഷ്ഠ പാലിച്ച് യോഗേശ്വരനായ ഏതു ഭഗവാനെ സാക്ഷാത്കരിച്ച് ആനന്ദ നിർവൃതി അടയുന്നുവോ ആ ഭഗവാനാണ് ഗുരുവായൂരിൽ കാണപ്പെടുന്ന ദേവൻ. ആ രൂപം, ഗുരുവായൂരപ്പൻ്റെ രൂപം അനുപമമാണ്. അത് ദേശത്തിനും കാലത്തിനും അതീതമാണ്. ഭഗവാൻ തികച്ചും മുക്തനാണ്. ഗുരുവായൂരപ്പൻ സർവതന്ത്ര സ്വതന്ത്രനുമാണ്. അതിന് ഒന്നിനോടും ബന്ധമില്ല. അത് മായയ്ക്കതീതമാണ്. ഗുരുവായൂരപ്പൻ ഒന്നിനോടും പറ്റി നിൽക്കാത്ത സർവതന്ത്ര സ്വതന്ത്രമായ പരബ്രഹ്മമാണ്, പരമാത്മാവാണ്. ഗുരുവായൂരപ്പൻ അനേകാനേകം വേദോപനിഷത് വാക്യങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും പ്രത്യക്ഷത്തിൽ കാണപ്പെടാൻ വയ്യാത്തതുമാണ്. ബ്രഹ്മം ഇന്ദ്രിയവേദ്യമല്ലെന്നർത്ഥം. ബ്രഹ്മം ചക്ഷുരിന്ദ്രിയങ്ങൾ കൊണ്ട് കാണപ്പെടാനോ അറിയപ്പെടാനോ സാധ്യമല്ലാത്തതാണ്. എന്നാൽ നിരന്തരമായ ഉപാസന കൊണ്ട്, പുരുഷാർത്ഥ പാലനം കൊണ്ട് അനുഭവവേദ്യമാക്കാൻ സാധ്യത ഉള്ളതുമാണ്. ആ ബ്രഹ്മതത്വം മായാമുക്തമായി സ്വസ്വരൂപത്തിൽ ഗുരുവായൂർ ക്ഷേത്രസവിധത്തിൽ സ്വരൂപം പൂണ്ട് സ്ഥിതി ചെയ്യുന്നു എന്നത് ജനങ്ങളുടെ ഭാഗ്യമാണ്. അതായത് സാക്ഷാൽ പരബ്രഹ്മമായ ശ്രീകൃഷ്ണൻ നിർഗുണ ബ്രഹ്മമാണെങ്കിലും സദ്ഗുണരൂപത്തിൽ, സദ്ഗുണ നിർഗുണ തത്വത്തിൽ നിവസിച്ച് ഗുരുവായൂരിൽ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നത് മഹാജനങ്ങളുടെ മഹാഭാഗ്യമാണ്. ആ ദർശനം സാധിച്ച് ജനങ്ങൾക്ക് നിർവൃതി അടയാൻ സാധിക്കുക എന്നത് മഹാഭാഗ്യം തന്നെയാണ്. അതൊരു അതിശയം തന്നെയല്ലേ? പരമാർത്ഥ വസ്തുവായ ബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരിൽ വസിക്കുന്ന ആ ബ്രഹ്മം ശ്രീകൃഷ്ണൻ. ഈ ശ്ലോകത്തിൽ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ നിത്യതയും സ്വതന്ത്രതയും അറിയിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണീയമാകുന്ന ഈ മഹത് കാവ്യം പഠിക്കുക, പ്രചരിപ്പിക്കുക. നമസ്തേ.